അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 28 വെള്ളിയാഴ്ച. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ സജീവമാക്കി പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുവതിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ രാഹുലിനും സുഹൃത്തും അടൂർ സ്വദേശിയുമായ വ്യാപാരിക്കുമായി അന്വേഷണം നടത്തുകയാണ് പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്ത് വഴിയാണ് ഗർഭഛിദ്ര ഗുളിക എത്തിച്ചതെന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജോബി ജോസഫിനെയും കേസിൽ പ്രതി ചേർക്കാൻ തീരുമാനിച്ചത്. ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പോലീസ് കേസെടുത്തത് നിർബന്ധിത ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. BNS 89 വകുപ്പ് പ്രകാരം 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് നിർബന്ധിത ഭ്രൂണഹത്യ. ബലാത്സംഗം, കഠിനമായ ദേഹോപദ്രവം, അനുമതിയില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. ലൈംഗിക പീഡന കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ തൽക്കാലം കൂടുതൽ നടപടിയെടുക്കേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ ധാരണ. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല. കേസിന്റെ ഗതി പാർട്ടി നിരീക്ഷിക്കും. നിലവിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനാൽ കേസിൽ പാർട്ടിക്ക് ബാധ്യതയില്ലെന്നാണ് നേതാക്കളുടെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസെടുത്ത സമയം ശ്രദ്ധിക്കണമെന്ന് KPCC അച്ചടക്ക കാര്യസമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് സമയത്താണ് കേസെടുത്തതെന്നും രാഹുലിന്റേതിന് സമാനമായ എത്ര കേസുകൾ കേരളത്തിലുണ്ടെന്നും എല്ലാ തെരഞ്ഞെടുപ്പിന് മുൻപും ഇതുപോലുള്ള കേസ് വരുമെന്നും സർക്കാർ നിയമത്തിന്റെ വഴി തുറന്നുവെന്നും കാര്യങ്ങൾ ആ വഴിക്ക് പോകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ രൂക്ഷഭാഷയിൽ പ്രതികരിച്ച് കോൺഗ്രസ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് കണ്ടാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്നും രാഹുൽ വടികൊടുത്ത് അടിവാങ്ങിയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുൽ പാർട്ടിയെയും ഇരയെയും മാധ്യമങ്ങളെയും വെല്ലുവിളിച്ചു. പാർട്ടിയെടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ പാർട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചെന്നും കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ പരാതി അന്വേഷിക്കട്ടെയെന്നും കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കട്ടെയെന്നും പാലക്കാട് DCC അധ്യക്ഷൻ A തങ്കപ്പൻ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്നും ഇതുവരെ പരാതിക്കാരി എവിടെയായിരുന്നുവെന്നുമാണ് തങ്കപ്പൻ ചോദിക്കുന്നത്. 3 മാസം എന്തുകൊണ്ട് പരാതി നൽകിയില്ലെന്നും പരാതി ഉണ്ടോ എന്നും അന്വേഷിച്ച് പോലീസ് നടക്കുകയായിരുന്നല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലീസ് നിയമ നടപടി സ്വീകരിക്കട്ടെയെന്ന് MM ഹസൻ. രാഹുലിനെതിരെ പാർട്ടി നടപടിയെടുത്തതാണ്. നിയമ നടപടിക്ക് പാർട്ടിയോ രാഹുലോ തടസ്സം നിൽക്കില്ല. പരാതി നൽകാൻ 3 മാസത്തെ കാലതാമസം എന്തിനാണെന്നും അതിജീവിതയ്ക്ക് മേൽ പരാതി നൽകാൻ സമ്മർദ്ദമുണ്ടായിട്ടുണ്ടാകുമെന്നും യുവതി പരാതി നൽകിയ രീതി വിചിത്രമാണെന്നും പരാതിക്ക് പിന്നിൽ ആസൂത്രണമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണത്തിന് വേണ്ടിയുള്ള നീക്കമാണിതെന്നും MM ഹസൻ പറഞ്ഞു. രാഹുലിന്റെ പൊയ്മുഖം അഴിഞ്ഞു വീണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പശ്ചാത്താപമുണ്ടെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്നും വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. അതേസമയം രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നതിലൂടെ തെളിവ് നശിപ്പിക്കാനുള്ള സമയം പ്രതിക്ക് ലഭിക്കുകയാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും രാഹുലിന് സംരക്ഷണമൊരുക്കുന്നത് കോൺഗ്രസിൽ പുതിയതായി രൂപം കൊണ്ട അധോലോക സംഘമാണെന്നും K സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട വിവാദ പോസ്റ്റ് തിരുത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP സ്ഥാനാർത്ഥി കൂടിയായ R ശ്രീലേഖ. ഇരയ്ക്കൊപ്പമാണ് താൻ ഉള്ളതെന്നും നടപടി വൈകിയെന്നതിലാണ് ദേഷ്യമുള്ളതെന്നും ശ്രീലേഖ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇരയ്ക്കൊപ്പമല്ലെന്ന തെറ്റായ വ്യാഖ്യാനം വന്നപ്പോൾ തന്നെ ആദ്യ പോസ്റ്റ് തിരുത്തിയെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകേണ്ട കാര്യമില്ലെന്നും സ്വമേധയാ പോലീസിന് കേസെടുക്കാമായിരുന്നു എന്നുമാണ് ശ്രീലേഖ വിശദീകരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കടുത്ത വിമർശനവുമായി BJP നേതാവ് പത്മജ വേണുഗോപാൽ. ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെന്ന് മാത്രമല്ല, അവൾ തെളിവുകളും കൈമാറിയിരിക്കുന്നു. എന്നിട്ടും രാഹുൽ എന്ന അശ്ലീലത്തെ ഇങ്ങനെ ചുമക്കുന്ന കോൺഗ്രസിനെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കുകയെന്ന് പത്മജ വേണുഗോപാൽ ചോദിച്ചു.
കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡിനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. രാജ്യവ്യാപകമായുള്ള പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ദേശീയ പണിമുടക്കടക്കം പ്രഖ്യാപിക്കാനാണ് നീക്കം. തൊഴിലാളി സംഘടനകൾ ദേശീയ പണിമുടക്ക് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. വിവിധ സംസ്ഥാനങ്ങളിലെ മിനിമം തൊഴിൽ കൂലിയിലെ അന്തരം ഉയർത്തിക്കാട്ടിയാകും പ്രതിഷേധം ശക്തമാക്കുക. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് നടപ്പിലാക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിയത് ബിജെപിയുടെ താൽപര്യപ്രകാരമാണ് കേരള സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ തെളിവാണെന്ന് കെ.സി. വേണുഗോപാൽ. കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് PM ശ്രീയിൽ കേരള സർക്കാർ പ്രവർത്തിച്ചതെന്നും തൊഴിലാളി പാർട്ടി എന്ന ലേബൽ CPM മടക്കിവെച്ചു എന്നും ഒന്നിനു പുറകെ ഒന്നായി CPM ബിജെപിയോട് വിധേയത്വം കാണിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ലേബർ കോഡിൽ CPMനെ വിമർശിച്ച AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെതിരെ മന്ത്രി വി. ശിവൻകുട്ടി. കോൺഗ്രസിനെ നശിപ്പിക്കാൻ BJP റിക്രൂട്ട് ചെയ്ത ട്രോജൻ കുതിരയാണ് കെ.സി. വേണുഗോപാൽ എന്ന് മന്ത്രി വി. ശിവൻകുട്ടി വിമർശിച്ചു. BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ വേണ്ടി മനഃപൂർവ്വം രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞുകൊടുത്ത മഹാനാണ് കെ.സി. വേണുഗോപാലെന്നും രാഹുൽ ഗാന്ധിക്ക് തെറ്റായ ഉപദേശങ്ങൾ നൽകി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ നിലംപരിശാക്കുന്ന തന്ത്രമാണ് അദ്ദേഹം പയറ്റുന്നതെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം തകർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും വി. ശിവൻകുട്ടി ആരോപിച്ചു. അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പി തുടങ്ങുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. ജയകുമാർ. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ വിളമ്പുന്ന സദ്യയിൽ സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് ഉപയോഗിക്കുക. നിലവിൽ 4000-ഓളം ഭക്തരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. സദ്യ നടപ്പാക്കി തുടങ്ങിയാൽ എണ്ണം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ശബരിമലയിലെത്തുന്ന ഓരോ ഭക്തനെയും ഞങ്ങൾ പരിഗണിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നും ഈ സമീപനം ശബരിമലയുടെ മറ്റെല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നതെന്നും കെ. ജയകുമാർ വിശദീകരിച്ചു. മുനമ്പത്തെ ഭൂസമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ സമരസമിതി കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. ഇന്നലെ രാത്രി ചേരേണ്ട യോഗം വിപുലമായ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. മന്ത്രിമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, സമുദായ നേതാക്കൾ തുടങ്ങി എല്ലാവരെയും പങ്കെടുപ്പിച്ച് വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് വിപുലമായ ചടങ്ങ് നടത്തി സമരം അവസാനിപ്പിക്കുന്ന പ്രഖ്യാപനം നടത്തുകയാണ് ലക്ഷ്യം. ED കസ്റ്റഡിയിലെടുത്തുന്ന വാർത്തകൾ തള്ളി MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ. കഴിഞ്ഞ ദിവസം നൽകിയ ഒരു നോട്ടീസിൽ ഇന്നലെ ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിദേശയാത്ര ഉള്ളതിനാൽ ഹാജരാകാനാവില്ലെന്ന് അറിയിച്ചിരുന്നു. വിദേശയാത്രയ്ക്കായി വിമാനത്താവളത്തിലെത്തിയപ്പോൾ നോട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് യാത്ര തടഞ്ഞെന്നും ഫസൽ ഗഫൂർ വ്യക്തമാക്കി. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി റാഫേലിനെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കി പോലീസ്. പ്രവാസി വ്യവസായിയായ റാഫേലിനെതിരെയാണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയത്. സിനിമാ നിർമ്മാതാവും ഇരിങ്ങാലക്കുടയിലെ തിയേറ്റർ ഉടമയുമാണ് റാഫേൽ. സുനിലുമായുള്ള സാമ്പത്തിക തർക്കത്തിൽ റാഫേൽ കൊട്ടേഷൻ കൊടുത്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മലപ്പുറം ഒതായി മനാഫ് കൊലക്കേസിൽ 1-ാം പ്രതി മാലങ്ങാടൻ ഷെഫീഖ് കുറ്റക്കാരനെന്ന് കോടതി. കേസിൽ ബാക്കി 3 പ്രതികളെ കോടതി വെറുതെ വിട്ടു. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. PV അൻവറിന്റെ സഹോദരിയുടെ മകനാണ് മാലങ്ങാടൻ ഷെഫീഖ്. കൊലക്കുറ്റം തെളിഞ്ഞതായി കോടതി ചൂണ്ടിക്കാട്ടി. തൃശൂർ വരന്തരപ്പള്ളിയിലെ അർച്ചനയുടെ മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഭർതൃവീട്ടിൽ ഗർഭിണിയായ യുവതിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതകമെന്ന് കരുതാനുള്ള തെളിവുകൾ പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ പ്രാഥമിക കണ്ടെത്തലിൽ ഇല്ല. മരണസമയത്ത് വീട്ടിൽ ഭർത്താവ് ഷാരോൺ ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഗാന്ധി കുടുംബം കോൺഗ്രസിന് ബാധ്യതയാണെന്ന് അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസൽ പട്ടേൽ. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഷ്ട്രീയം അറിയില്ലെന്നും ഗാന്ധി കുടുംബം കോൺഗ്രസ് നേതൃത്വം ഒഴിയണമെന്നും പട്ടേൽ ആവശ്യപ്പെട്ടു. ബീഹാർ തോൽവിക്ക് പിന്നാലെ തുടർച്ചയായുള്ള പരാജയങ്ങളിൽ നേതൃത്വത്തെ കുറ്റപ്പെടുത്തി അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേലും രംഗത്തെത്തിയിരുന്നു. ഭീകരവാദത്തിന് മതമില്ലെന്ന ധാരണ പുനഃപരിശോധിക്കണമെന്ന് RSS നേതാവ് രാം മാധവ്. ഒരു മതത്തെ ഭീകരരായി കാണാനാവില്ല, പക്ഷേ ഭീകരർക്ക് മതമുണ്ട്. കേസിലെ പ്രധാന പ്രതി തന്റെ ചെയ്തികൾ ന്യായീകരിക്കാൻ ഖുർആൻ ഉപയോഗിച്ചു. മതത്തിൽ നിന്നും പ്രോത്സാഹനം ഇവർക്ക് കിട്ടുന്നുവെന്നത് തള്ളിക്കളയാനാകില്ല.
ഭീകരവാദത്തെക്കുറിച്ചുള്ള രാജ്യത്തെ പലരുടെയും തെറ്റായ ധാരണകളെയും തകിടം മറിച്ചെന്നും രാം മാധവ് പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് എതിരായ പ്രതിഷേധം ബംഗാളിൽ ശക്തമാകുന്നതിനിടെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിൽ കണ്ട് ആശങ്ക അറിയിച്ചു. ബംഗാളിൽ SIR പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് മമതാ ബാനർജി നേരത്തെ കത്ത് നൽകിയിരുന്നെങ്കിലും കമ്മീഷൻ മറുപടി കൊടുത്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് നേതാക്കളുടെ സംഘം കമ്മീഷൻ ആസ്ഥാനത്തെത്തി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചത്. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനമാറ്റത്തെ ചൊല്ലി തർക്കം രൂക്ഷമെന്ന് റിപ്പോർട്ട്. ഹൈക്കമാൻഡിന് മുന്നിൽ പരസ്പര കുറ്റപത്രവുമായി സിദ്ധരാമയ്യ, ശിവകുമാർ വിഭാഗങ്ങൾ രംഗത്തെത്തി. ശിവകുമാറിന് BJPയുടെ മൃദു സമീപനമെന്ന് സിദ്ധരാമയ്യ ക്യാമ്പ് ആരോപിച്ചു. എന്നാൽ മുഡ അഴിമതി കേസിൽ സിദ്ധരാമയ്യയുടെ പങ്ക് DK ക്യാമ്പ് സൂചിപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളെ അവഗണിച്ച് ഒപ്പമെത്തിയ ജനതാദളുകാർക്ക് മാത്രം പരിഗണന നൽകുന്നുവെന്നും പാർട്ടിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചത് ആരെന്ന നേതൃത്വം ഓർക്കണമെന്നും DK ക്യാമ്പ് ആവശ്യപ്പെട്ടു. ദില്ലിയിൽ മാത്രമല്ല മുംബൈയിലും വായുവിന്റെ ഗുണനിലവാരം കുത്തനെ താഴോട്ടെന്ന് റിപ്പോർട്ടുകൾ. വായു ഗുണനിലവാര സൂചികയുടെ അടിസ്ഥാനത്തിൽ മുംബൈയിലെ വായുവിന്റെ ഗുണനിലവാരം വളരെ മോശം എന്ന ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. മുംബൈയിലെ സ്ഥിതിഗതികൾ വഷളാകുന്നതിനെക്കുറിച്ച് ബോംബെ ഹൈക്കോടതി അധികാരികളോട് മറുപടി ആവശ്യപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. മരണസംഖ്യ 50 കടന്നു, 25 പേരെ കാണാതായി. ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിന് പിന്നാലെ ലങ്കയിൽ റെക്കോർഡ് മഴയാണ് രേഖപ്പെടുത്തിയത്. എല്ലാ നദികളിലും ജലനിരപ്പ് ഉയർന്നു. രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊളംബോയിൽ വിമാനം ഇറക്കാനാകുന്നില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്കോ തിരിച്ചുവിടാനാണ് സർക്കാർ നിർദ്ദേശം. ഹോങ്കോങ്ങിലെ തായ്പോയിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 94ആയി. 100-ലേറെ പേരെ പൊള്ളലേറ്റ നിലയിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പലരുടെയും നില ഗുരുതരമാണ്. 200-ലേറെ പേരെക്കുറിച്ച് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. ഇപ്പോഴും വാങ്ഫുക് കോട്ട് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും തീയുണ്ട്. ഇതണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക്. ഡിസംബർ 4-5 തീയതികളിൽ പുടിൻ ഇന്ത്യയിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം. അമേരിക്കയിൽ വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിന് സമീപത്ത് നടന്ന വെടിവയ്പിൽ പരിക്കേറ്റ നാഷണൽ ഗാർഡ്സ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ മരിച്ചു. ആർമി സ്പെഷ്യലിസ്റ്റ് റാങ്കിലുള്ള സാറ ബെക്സ്ട്രോമാണ് മരിച്ചത്. തലയ്ക്ക് വെടിയേറ്റ രണ്ടാമത്തെ സൈനികന്റെ നില അതീവ ഗുരുതരമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വൈറ്റ് ഹൌസിന് സമീപം ബുധനാഴ്ച നടന്ന വെടിവയ്പിന് ഉത്തരവാദികളായി ജോ ബൈഡൻ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബൈഡൻ ഭരണകൂടം അവരെ അകത്ത് കയറ്റിവിട്ടുവെന്നും കുടിയേറ്റക്കാർ ഒരിക്കൽ രാജ്യത്ത് പ്രവേശിച്ചാൽ പിന്നെ പുറത്താക്കാനാകില്ലെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയിൽ കുടിയേറ്റ നിയമം കടുപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 3ാം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം എന്നേക്കുമായി നിർത്തിവെക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അനധികൃത കുടിയേറ്റം തടയുക, വിദേശ പൌരന്മാരെ കർശനമായി നിരീക്ഷിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായി 3ാം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കാൻ തന്റെ ഭരണകൂടം പ്രവർത്തിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.